എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ചേന വെച്ചിട്ടുള്ള, ഞാൻ ചേന പറിക്കുന്നതൊക്കെ കാണിച്ചു തന്നല്ലോ. എൻ്റെ കൃഷി വിശേഷങ്ങൾ കാണിച്ചപ്പോൾ ചേനയൊക്കെ പറിച്ചെടുക്കുന്ന കാണിച്ചു. അപ്പോൾ ഇവിടെ ചേനയുണ്ട്. അപ്പോൾ ചേന വെച്ചിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. അതായത് നല്ല മസാലക്കറിയാണ്. ചേന മസാലക്കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ചോറിന് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ കഴിക്കാൻ പറ്റും. അത് നമുക്ക് ഗ്രേവിയൊക്കെ നമ്മളുടെ പാകത്തിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല, നല്ലതുപോലെ പെരണ്ടിരുന്നാൽ മതി, ചേനയുടെ കഷ്ണത്തുമ്പോൾ പെരണ്ടിരുന്നാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ചേന മസാല ഉണ്ടാക്കുന്നത്? ചന മസാലയല്ല, ചേന മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേന 2 കഷ്ണം, അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. സവാള എടുത്തിട്ടുണ്ട്, 3 എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചേന നമുക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിന് സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് വലിപ്പത്തിലും അല്ല, എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് അത് കഴുകി എടുക്കുക. ചേന സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഒന്ന് കഴുകിയെടുക്കണം. ചേന കട്ട് ചെയ്തത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വച്ചിരുന്ന 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതും വളരെ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സവാള അതുപോലെ തന്നെ ഒരുപാട് വലുതായിട്ടല്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മുടെ എടുത്തു വെച്ചിരുന്ന 2 തക്കാളിയാണ്. നല്ലപോലെ പഴുത്ത തക്കാളിയാണ്, അധികം പുളിയുമില്ല. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. 2 വിസിലാണ് വരുത്തിയത്. ഒരു ഹൈ ഫ്ലെയിമിലും ഒന്ന് ലോ ഫ്ലെയിമിലും ഇട്ട് ചേന നല്ലപോലെ വെന്തിട്ട്, ഈ ചേന നല്ലോണം വേവുന്നതാണ്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചേന. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. പച്ചമുളക്, സവാള കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള ഒന്ന് വഴണ്ട് കിട്ടും. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് മസാല പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചേനയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അല്പം ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. സവാള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണ വരെ ആ ടൊമാറ്റോ ഒക്കെ ഇത് സവാളയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന കഷ്ണം ഇട്ട് കൊടുക്കണം. ഞാനിതിൻ്റെ ആ വെള്ളത്തോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഒരു മിനിറ്റ് മതി. അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ഗ്രേവി ഇല്ലാത്തൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തി, പൂരി, പൊറോട്ടയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക്, കറിവേപ്പില. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. നല്ല അധികം ഗ്രേവി ഇല്ലാതെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ഗ്രേവിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ തന്നെ എരിവും ഉപ്പും ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. വേണമെന്നുള്ളവർക്ക് മല്ലിയില ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. മല്ലിയില ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ചേന വെച്ചിട്ടുള്ള ഈ മസാല കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, മറക്കാതെ.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.